ഇന്ത്യൻ അതിർത്തികളിൽ ഡ്രോൺ യുദ്ധമുറകളിലും ആയുധപ്രയോഗങ്ങളിലും തീവ്രവാദികൾക്ക് പരിശീലനം നൽകിയ കേസിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ NIA അറസ്റ്റിലായ മാത്യു വാണ്ടയ്ക്ക് വെറുമൊരു ഡോക്യുമെന്ററി സംവിധായകനോ മാധ്യമപ്രവർത്തകനോ അല്ല. കുപ്രസിദ്ധ അമേരിക്കൻ സുരക്ഷാ അനലിസ്റ്റായ ഇയാളെ കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്നാണ് പിടികൂടിയത്. വാണ്ടയ്ക്കിനൊപ്പം 6 യുക്രൈൻ പൗരന്മാരും വിവിധയിടങ്ങളിൽ നിന്നായി പിടിയിലായിട്ടുണ്ട്. 2.011 ലിബിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് വിമത പോരാളികൾക്കൊപ്പം ചേർന്ന് ജയിലിലടക്കപ്പെട്ടപ്പോഴാണ് വാണ്ടയ്ക്ക് രാജ്യാന്തര ശ്രദ്ധ നേടുന്നത്. ലിബിയയ്ക്കു ശേഷം യുദ്ധമേഖലകളിൽ പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്ക് സൈനിക പരിശീലനവും തന്ത്രപരമായ ഉപദേശങ്ങളും നൽകാനായി വാണ്ടയ്ക്ക് സ്ഥാപിച്ച സൈനിക കരാർ സ്ഥാപനമാണ് സൺസ് ഓഫ് ലിബർട്ടി ഇന്റർനാഷണൽ. ഗൂഢാലോചനയുടെ തെളിവുകൾ ശേഖരിക്കുന്നതിനും മറ്റു കൂട്ടാളികളെ കണ്ടെത്തുന്നതിനുമായി NIA 15 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കോടതി 11 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചു. മാർച്ച് 27-ന് എല്ലാ പ്രതികളെയും വീണ്ടും ഹാജരാക്കും. NIA വൃത്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് 14 യുക്രൈൻ പൗരന്മാർ വിവിധ തീയതികളിലായി ടൂറിസ്റ്റ് വിസയിലാണ് ഇന്ത്യയിലെത്തിയത്. ഇവർ ഗുവാഹത്തിയിലേക്ക് വിമാനമാർഗമെത്തി ആവശ്യമായ രേഖകളില്ലാതെ മിസോറാമിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ നിന്ന് നിയമവിരുദ്ധമായി മ്യാൻമറിലേക്ക് കടക്കുകയുമായിരുന്നു. മ്യാൻമറിലെ വംശീയ സായുധ സംഘങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഡ്രോൺ യുദ്ധമുറകളിൽ പരിശീലനം നൽകുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇതേ സംഘങ്ങൾക്ക് ഉപയോഗിക്കാനായി യൂറോപ്പിൽ നിന്ന് വൻതോതിൽ ഡ്രോണുകൾ ഇന്ത്യ വഴി മ്യാൻമറിലേക്ക് ഇറക്കുമതി ചെയ്തതായും ആരോപണമുണ്ട്. മ്യാൻമറിൽ സജീവമായ പല സായുധ സംഘങ്ങൾക്കും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് NIA വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ സംഘങ്ങൾ ഇന്ത്യൻ വിഘടനവാദി സംഘടനകൾക്ക് ആയുധങ്ങളും സാങ്കേതിക വിദ്യയും പരിശീലനവും നൽകുന്നതായി സംശയിക്കപ്പെടുന്നുണ്ട്. ഈ ശൃംഖലയ്ക്ക് ഇന്ത്യയ്ക്കുള്ളിൽ പ്രാദേശികമായ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും ഡ്രോണുകൾ എങ്ങനെയാണ് ഇന്ത്യൻ അതിർത്തിയിലൂടെ കടത്തിയതെന്നും അന്വേഷിച്ചുവരുന്നു. അറസ്റ്റ് സമയത്ത് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളും നിലവിൽ പരിശോധിച്ചുവരികയാണ്. പ്രതികളെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അതേസമയം മ്യാൻമർ സൈന്യത്തിനെതിരെ പോരാടുന്ന പ്രാദേശിക സംഘങ്ങളെ പരിശീലിപ്പിക്കാൻ വിദേശികൾ മിസോറം വഴി മ്യാൻമറിലേക്ക് കടക്കുന്നുണ്ടെന്ന് 2025 മാർച്ചിൽ മിസോറം മുഖ്യമന്ത്രി ലാൽദുഹോമ മുന്നറിയിപ്പ് നൽകിയിരുന്നു. US, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുൻ സൈനിക ഉദ്യോഗസ്ഥരും കൂലിപ്പടയാളികളും ഉൾപ്പെടെയുള്ളവർ ഇതിലുണ്ടെന്നാണ് റിപ്പോർട്ട്.